السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മളെല്ലാവരും പരിശുദ്ധമായ പുണ്യ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലാണ്. അപ്പോൾ ഈ അവസാന പത്തിലാണ് ലൈലത്തുൽ ഖദർ. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ലൈലത്തുൽ ഖദറിൻ്റെ മനോഹരമായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെ നേട്ടങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പുണ്യ റമദാൻ മാസത്തിലെ നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമവും വളരെയേറെ വിശേഷവുമുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ അള്ളാഹു ഖുർആനിൽ ഒരു പ്രത്യേക അധ്യായം തന്നെ അതിനായി നീക്കിവെച്ചിട്ടുണ്ട്. നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് വിശുദ്ധ റമദാൻ മാസം ലഭിച്ചിരിക്കുന്നു. അളവറ്റ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെ മാസമായിട്ടാണ് പരിശുദ്ധമായ പുണ്യ റമദാൻ മാസത്തെ നമ്മളെല്ലാവരും കാണേണ്ടത്. അപ്പോൾ ആത്മീയത അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമായിട്ടാണ് പുണ്യ റമദാൻ മാസത്തെ നമ്മളെല്ലാവരും കാണേണ്ടത്. അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് സമ്മാനമായി നൽകുന്ന അനുഗ്രഹങ്ങളിലൊന്നാണ് ലൈലത്തുൽ ഖദറിൻ്റെ അനുഗ്രഹീത രാത്രി. ഇതിനെ പലപ്പോഴും വിധിയുടെ രാത്രി അല്ലെങ്കിൽ ശക്തിയുടെ രാത്രി എന്ന് വിവർത്തനം ചെയ്യുന്നുമുണ്ട്. ആ രാത്രി വളരെ സവിശേഷവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഒരു അധ്യായം മുഴുവൻ ഒരു സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത്, സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും ഞാൻ ഖുർആൻ ഇറക്കിയത് നിർണയത്തിൻ്റെ രാത്രിയിലാണ്. നിർണയത്തിൻ്റെ രാത്രി എന്താണെന്ന് നിനക്കറിയാമോ? നിർണയത്തിൻ്റെ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്. മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തിനും അതിൽ ഇറങ്ങി വരുന്നു. പ്രഭാതോദയം വരെ സമാധാനവും കിട്ടുന്നു. അതാണ് ഈ സൂറത്തിലൂടെ പറയുന്നത്. ഇനി ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം ഏത് ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായേക്കാം. ലൈലത്തുൽ ഖദർ വരുന്ന കൃത്യമായ രാത്രി എപ്പോഴും അജ്ഞാതമാണ്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യം അത് റമദാൻ മാസത്തിലെ അവസാന 10 രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുന്നത് എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. പലരും ഒറ്റപ്പെട്ട രാത്രികളിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുന്നത് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. അതെന്താണ് പറയുന്നത്? റമളാനിലെ അവസാനത്തെ 10 രാത്രികളിലെ ഒറ്റയായ രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക എന്ന്. അപ്പോൾ ശരിയാണ്, റമളാൻ മാസത്തിലെ ഈ അവസാന 10കളിലെ ഒറ്റയായ രാത്രികളിലാണ് ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒറ്റയായിട്ടുള്ള രാത്രികളിൽ, അതായത് അവസാന 10ലെ ഒറ്റയായിട്ടുള്ള രാത്രികളിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹു മനഃപൂർവ്വം കൃത്യമായ തീയതി നമുക്ക് വെളിപ്പെടുത്താത്തതിന് പിന്നിൽ വലിയൊരു ജ്ഞാനമുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാനിൻ്റെ അവസാനം വരെ പോലും നമുക്ക് അത് തേടുന്നതിൽ പരിശ്രമിക്കാനും അധിക ആരാധനകളിൽ ഏർപ്പെടുവാനും അവ ചെയ്യുന്നതിൽ സ്ഥിരത പുലർത്താനും വേണ്ടിയാണ് ഇത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ അതാണ് നമുക്ക് ഇതിന് ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ദിവസം ലഭിക്കാതെ പോയത്. ഈ കാര്യം പലരും മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കുമുള്ളൊരു സംശയമാണ്, എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന്. അപ്പോൾ ആ സംശയത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ലൈലത്തുൽ ഖദറിലെ രാത്രിയുടെ പ്രതിഫലം. ലൈലത്തുൽ ഖദറിൻ്റെ അവസ്മരണീയമായ പ്രതിഫലങ്ങളിൽ ഒന്ന് ആ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മൂല്യം ഞാൻ മനസ്സിലാക്കിയാൽ ഈ ഒറ്റ രാത്രിയിൽ പൂർത്തിയാക്കുന്ന ഓരോ സൽക്കർമ്മത്തിനും ആരാധനയ്ക്കും കുറഞ്ഞത് 83 വർഷത്തെ ആരാധനയിലൂടെ പ്രതിഫലം ലഭിക്കും. 83 വർഷം നമ്മൾ ചെയ്ത ആരാധനയ്ക്ക് കിട്ടുന്ന പ്രതിഫലം ഈ ഒരൊറ്റ രാത്രിയിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അത് ഒരു മുഴുവൻ ജീവിതകാലത്തിന് തുല്യമാണ് എന്നർത്ഥം.
അപ്പോൾ ഈ അവസാന 10 നിങ്ങൾ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, കൂടുതലായിട്ട് ആരാധനകൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് തൗബ ചെയ്യുക, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, പൊറുക്കലിനെ തേടുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ദുആക്ക് ഈ രാത്രിയിൽ ഉത്തരം ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ തെറ്റുകൾ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടു തരും. ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞ് ഉള്ളുപൊട്ടി പടച്ച റബ്ബിനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹുവിൽ നിന്ന് വലിയ പാപമോചനവും കാരുണ്യവും നേടാൻ നമുക്ക് ലഭിക്കുന്ന അതുല്യമായ ഒരു അവസരമാണ് ഈ രാത്രി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി ഈ രാത്രികളിൽ ഇനിയുള്ള ഈ 10 ദിവസം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിര ലഹു മാ തഖദ്ദം മിൻ ദംബിഹി എന്ന്. എന്താണ് പറയുന്നത്? ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നമസ്കരിച്ചാൽ അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന്. അപ്പോൾ ഈ രാത്രി, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ മഹത്വം, പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരമാവധി പ്രയോജനപ്പെടുത്തുക. പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുക, തൗബ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമുക്കും നമ്മുടെ ഉറ്റവർക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളു പൊട്ടിക്കൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരുന്നതാണ്. പടച്ച റബ്ബ് പൊറുക്കലിനെ തേടുക, പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് പൊറുക്കലിനെ തേടുക. പടച്ച റബ്ബ് തീർച്ചയായിട്ടും അതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. അതുകൊണ്ട് ഈ രാത്രികളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് എനിക്കറിയാമെങ്കിൽ അതിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പോൾ ഇത് പരമാവധി അധികരിപ്പിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, നീ തീർച്ചയായും ക്ഷമിക്കുന്നവനും ഉദാരമതിയുമാണ്, ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്നവനും, അതിനാൽ എനിക്ക് നീ ക്ഷമിക്കണമേ എന്നാണ് ഇതിലൂടെ പറയുന്നത്. എനിക്ക് നീ ക്ഷമിക്കണമേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എന്നോട് ക്ഷമിക്കണമേ എന്നാണ് പടച്ച റബ്ബിനോട് ഇതിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഈ ദുആ നിങ്ങൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തും തുടർച്ചയായ പ്രാർത്ഥനകളിലും ആത്മാർത്ഥമായിക്കൊണ്ടുള്ള തൗബയിലുമൊക്കെ മുഴുകാൻ ശ്രദ്ധിക്കുക. അവസാന 10 പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഒരു വിശ്വാസി തന്റെ ആത്മീയ സ്വതത്തെ പരിപോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും തന്റെ രേഖയിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ എന്ത് ചെയ്യണം? ഈ രാത്രികളെ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പരമാവധി പ്രയോജനപ്പെടുത്താൻ എന്ത് ചെയ്യണം? പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ രാത്രിയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരമാവധി തൗബ ചെയ്തും ദുആ ചെയ്തും ഖുർആൻ പാരായണം അധികരിപ്പിച്ചുകൊണ്ടുമൊക്കെ പടച്ച റബ്ബിനോട് ഇരു കൈയും ഉയർത്തി മനസ്സിൽ തട്ടിക്കൊണ്ട് ദുആ ചെയ്തുമൊക്കെ ഈ രാത്രിയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ചെയ്തു പോയി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് പൊരുത്തപ്പെട്ട് തരട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.